അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു സ്ഥലം വരെ പോവുകയാണ്. ചെറിയ സ്ഥലമൊന്നുമല്ല, ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് നാരങ്ങത്തോട് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ മാർച്ചൊക്കെ നല്ല പെരും ചൂടാണല്ലോ, ഈ ചൂടുള്ള ടൈമിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട് കേട്ടോ. വെച്ചാൽ അവിടെ ശരിക്കും നമ്മളൊരു വാട്ടർ ഫോൾസാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ സ്കൂൾ പൂട്ടി കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട് പോകാറ്. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് അവിടെ വേറെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പോകുന്നത്. വെള്ളത്തിക്കൊന്നും ഇറങ്ങാൻ ഞങ്ങൾ പോകണമല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അവിടെ കണ്ട കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് വീഡിയോ. ഞാൻ അന്നും അച്ഛനും കൂടിയാണ് പോകുന്നത്. അപ്പം നമുക്കെന്താ നേരെ ഇവിടേക്ക് പോവാം. ഞാനിതാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി അമ്മ റെഡി ആയിട്ടുണ്ട്. ഇനി അച്ഛനും കുളിയോട് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ടൈം 3:52 ആയിട്ടുള്ളൂ. ഒരു ഏകദേശം അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 6 മണി ആവാനാവും. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പം ഞാനിതൊക്കെ മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് സ്കൂളുണ്ടായിരുന്നു. സ്കൂളൊക്കെ വിട്ട് ഇനി വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം എന്നാൽ ഞാൻ ഇനി ഇറങ്ങുന്ന ടൈം നിൽക്കാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്ന ഏകദേശമൊക്കെ നമ്മുടെ ആ ഒരു നാരങ്ങത്തോട് ആ ഒരു ഭാഗമൊക്കെ എത്താനായി ഉണ്ടായിരുന്നു കേട്ടോ. ആ ടൈം ആയപ്പോഴാണ് വീഡിയോൻ്റെ കാര്യം ഓർത്തുണ്ടായിരുന്നത്. ആ ഒരു ബൈക്ക് പോകാനാൽ ഫുള്ള് പാടും, അതേമാതിരി ഫുള്ള് തെങ്ങ്, അങ്ങനത്തെ കുറേ ഐറ്റംസാണ് കേട്ടോ. അവിടെ ഭയങ്കര അടിപൊളിയായിട്ടാണ്. കുറേ പൂവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അവിടെ കാണാനും. പിന്നെ ഒരു ചെറിയൊരു മഴക്കാറൊക്കെ ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോകാൻ വിചാരിച്ച സ്ഥലം ആകെപ്പാട് കുറച്ചൊന്ന് വഴിയൊക്കെ ഒന്ന് തെറ്റിപ്പോയി. പിന്നെ അങ്ങോട്ട് എത്താൻ ടൈമും ഇല്ല. 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് കണ്ട ഒരു വാട്ടർ ഫ്ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകണടുത്തുനിന്ന് പിന്നെ തിരിച്ച് പോന്നിട്ട് ആ വാട്ടർ ഫ്ലോസിലേക്കാണ് കേട്ടോ ഈ പോണത്. അടിപൊളി വഴിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിക്കാൻ വിചാരിച്ചപ്പോൾ അവിടെ പീടിയൊക്കെ അടയ്ക്കുകയായിരുന്നു. നോമ്പ് സമയത്തൊന്നുമല്ല കേട്ടോ പോയത്. അങ്ങനെ അടിപൊളി വഴിയായിട്ട് കുറേ ഉരുണ്ട കല്ലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചവിട്ടി ഇറങ്ങാൻ നല്ല രസമാണ്. മറ്റേ ശരിക്കും ഞങ്ങൾ പോണ ആ ഒരു നാരങ്ങത്തോട് അവിടേക്കാണെങ്കിൽ ഒന്നും കൂടി അടിപൊളി സംഭവമാണ്. നിറച്ചും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ അത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം കുറച്ചുള്ളായിരുന്നു. പിന്നെ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് എനിക്ക് കുറച്ചിങ്ങനെ നമുക്ക് കയറാനും കഴിയും കേട്ടോ. അത്ര വെള്ളമുള്ളായിരുന്നു. പക്ഷെ ആ വെള്ളത്തിന് അടിപൊളി തണുപ്പായിരുന്നു കേട്ടോ. ഈ ഒരു ചൂടത്ത് ഇപ്പോൾ പോകണം കേട്ടോ, ഈ സ്കൂൾ പൂട്ടലിന് പോകണം. സംഭവം ഇത് ഞാൻ എന്നോ എടുത്തുവെച്ച വീഡിയോ ആണ് കേട്ടോ. ഇന്നിപ്പോൾ സ്കൂള് ഒക്കെ പൂട്ടി, ഇന്ന് 2ാമത്തെ ദിവസമാണ് സ്കൂൾ പൂട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താക്കി, വീഡിയോ എടുക്കാൻ മറന്നുപോയി. അല്ല, 1ാമത്തെ ദിവസമാണ് കേട്ടോ. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വിടാൻ മറന്നുപോയി ഞാൻ. അതാണ് ഇപ്പോൾ ഇട്ടത്. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ. ഫസ്റ്റൊക്കെ കൈയൊക്കെ ഇങ്ങനെ ഇട്ടു. പിന്നെ ഷൂ ആയതുകൊണ്ട് അമ്മ ഇറങ്ങാൻ സമ്മതിച്ചില്ലായിരുന്നു. പിന്നെ എന്ത് ഷൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഷൂ ഒക്കെ ഊരി ഇറങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഉരുണ്ട കല്ലൊക്കെ ആയിട്ട് അടിയിൽ. അമ്മ അതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി പോവുകയാണ്. അത്യാവശ്യം അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ഷൂ ഒക്കെ ഊരിയിട്ട് ആ ഒരു പാറക്കല്ലുമ്മ കൂടെ ഇങ്ങനെ നടന്ന് പോയിട്ട് ആ ഒരു കല്ലൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ പാൻറ്റൊക്കെ കയറ്റി വെച്ചിട്ട് ഞാൻ ആ ഒരു വെള്ളത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം അടിപൊളി തണുപ്പായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിൽ ഒന്ന് കുളിക്കാൻ അങ്ങോട്ട് പോകണം. അയ്യോ, ഇവിടെ മാത്രമാണ് അധികം ആയില്ലാത്ത. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ആയ കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കറൻറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടമായിട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു വാട്ടർ ഫ്ലോസ്. ഓക്കെ, ബൈ.